അപ്പോൾ നമ്മൾ ഇതേ വലിയ ചീൻചട്ടിയൊക്കെ അടുപ്പിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ എല്ലാവരും സംശയമായിരിക്കും എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹോം മെയ്ഡ് പീനട്ട് ബട്ടറാണ് കേട്ടോ. അപ്പം പീനട്ട് ബട്ടർ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി പച്ചക്കപ്പലണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് അതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ റോക്കറ്റ് അടുപ്പിലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ, വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പം നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത മണലാണ്. അപ്പം ഈ ഇരുമ്പ് ചീൻചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് മണലിട്ട് കൊടുത്തിട്ട് അത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമ്മുടെ കപ്പലണ്ടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടായിട്ട് നമുക്ക് പകുതി വീതമാണ് വറുത്തെടുക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇതിനെടുത്തിരിക്കുന്നത് 1/2 കിലോ കപ്പലണ്ടിയാണ്. അപ്പോൾ പച്ചക്കപ്പലിൻ്റെ അതിനെ കൊണ്ട് നമുക്കിത് ഒന്ന് വറുത്തെടുക്കണം. അത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആൾറെഡി വറുത്തിട്ടുള്ള കപ്പലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചീൻചട്ടിക്കകത്തൊക്കെ ഇട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് സാധാ പച്ചക്കപ്പലിൻ്റെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഈ പീനട്ട് ബട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ വളരെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മളിത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല വിലയാണ് പീനട്ട് ബട്ടർ വാങ്ങിക്കാൻ. അപ്പോൾ പോരാൻ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു സാധനം കൂടിയാണല്ലോ പീനട്ട് ബട്ടർ. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ നല്ല റേറ്റാണ്, ചെറിയ ബോട്ടിലിന് നല്ല വിലയാവുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കപ്പലണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേശ്ശെ കുട്ടികൾക്ക് ഉണ്ടാക്കി വെച്ച് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പം നമ്മുടെ കപ്പലണ്ടി നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ ഒരു കണ്ണാപ്പയ്ക്കകത്ത് കോരി ഒന്ന് അരിച്ചെടുക്കുകയാണ്. എന്നിട്ട് ബാക്കി കപ്പലണ്ടി കൂടി ഇട്ട് വറുത്തെടുക്കുന്നത്. അപ്പം നമ്മുടെ കപ്പലണ്ടി മുഴുവനും വറുത്ത് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വറുത്തെടുത്ത കപ്പലണ്ടി ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി രണ്ടാമത്തെ ട്രിപ്പ് വറുത്തതാണ് ഇത്. ഇതിൻ്റെ കൂടി തൊലി നമുക്ക് ആദ്യം ഒന്ന് കൈ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് നേടിയെടുത്താൽ ആ ഒരു തൊലി അങ്ങ് പോയി കിട്ടേ. അപ്പോൾ അതേ തൊലിയെല്ലാം ഇളക്കിയെടുത്തിട്ട് ഒന്ന് പാറ്റി ആ തൊലിയെല്ലാം ഒന്ന് മാറ്റിയെടുത്ത് വൃത്തിയാക്കിയെടുക്കാം കപ്പലണ്ടി. അപ്പോൾ 2 സെറ്റ് കപ്പലണ്ടിയും ഇതേ തൊലിയൊക്കെ കളഞ്ഞ് ഒരുമിച്ചാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാന്നല്ല, അരച്ചെടുക്കാം കേട്ടോ. കാരണം ഇത് നമ്മൾ പൊടിക്കാൻ വേണ്ടി ഇടുമ്പം തന്നെ നന്നായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടും, പീനട്ട് ബട്ടറായിട്ട് തന്നെ കിട്ടും. അപ്പം ഞാൻ പകുതി വീതമാണ് ഇടുന്നത്. ആദ്യം ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഒന്നും ചേർക്കാതെ തന്നെ ഞാനൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ അരച്ചെടുത്തപ്പം തന്നെ നോക്കും, നല്ല ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, കപ്പലിൻ്റെ മാത്രം ഇട്ടിട്ട് അരച്ചെടുത്താണ്. അപ്പം തന്നെ നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടി ഉണ്ടല്ലോ, അപ്പോൾ വലിയ ജാറായതുകൊണ്ട് തന്നെ അത് മാറ്റാതെ അതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ബാക്കി കപ്പലിൻ്റെയും കൂടി അത് ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും മധുരം ഇല്ലാതെ കഴിക്കത്തില്ല. മധുരം ചേർക്കാതെ കഴിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും മതി, ഹെൽത്തി ആയിരിക്കും അത്. എന്നാൽ ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു മധുരത്തിന് വേണ്ടി. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. കാരണം പീനട്ട് ബട്ടറിന് ഒരു ഉപ്പും മധുരവും കൂടി ചേർന്നിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പീസ് ബട്ടർ കൂടി ഇട്ട് കൊടുത്തു കേട്ടോ, ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്ത് കേട്ടോ. അപ്പോൾ നോക്കേ, നമ്മൾ അല്ലാതെ ഒന്നും ലൂസാവാൻ വേണ്ടിയിട്ട് ഒന്നും ചേർത്തിട്ടില്ല. ബട്ടറിനകത്തുള്ള ആ ഒരു ഓയിൽ കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്രീമി ആയിട്ട് കിട്ടും. ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും ബ്രെഡൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് ഇത് നമ്മുടെ ഈ പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഷേക്കൊക്കെ അടിക്കുമ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പീനട്ട് ബട്ടർ കൊണ്ടിട്ട് ഉണ്ടാക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഷേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ അതിനൊക്കെ ചേർത്ത് ദിവസവും കുട്ടികൾക്ക് ജ്യൂസിലൊക്കെ ചേർത്ത് അടിച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇത്. നമ്മൾ അരച്ചെടുത്തിട്ട് ഒരു നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി അങ്ങ് വെച്ചിരുന്നാൽ മതി. നമുക്ക് കുറേ നാൾ ഇത് വെച്ച് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ജാമോ അങ്ങനെയുള്ളതൊന്നും പുറത്തൊന്നും വാങ്ങിക്കണ്ട. ഇത് തേച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല സൂപ്പറാണ്. അപ്പം ഇവിടെ ഞാനിത് ഉണ്ടാക്കുമ്പം തന്നെ നിങ്ങൾ വീഡിയോയിലും കണ്ടാണല്ലോ, എല്ലാവരും ഇവിടെ വട്ടം കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ബ്രെഡിനകത്ത് തൂത്തിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണേ.
അപ്പോൾ നമ്മൾ ബ്രെഡിൽ ജാം തേക്കുന്നത് പോലെ തന്നെ കുറച്ച് പീനട്ട് ബട്ടർ എടുത്തിട്ട് ബ്രെഡിനകത്തേക്ക് തൂത്തിട്ട് മക്കൾക്കൊക്കെ കൊടുക്കുക കേട്ടോ. ബ്രെഡ് ഒന്ന് പൊരിച്ചിട്ടൂടാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പം നമ്മുടെ ഈ ഒരു പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഇത് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ലാഭം കിട്ടും. കപ്പലണ്ടി വാങ്ങിച്ചിട്ട് മക്കൾക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.